Meet the editors. റിപ്പബ്ലിക് ദിനത്തിലും പോര് തുടർന്ന് സർക്കാരും ഗവർണറും ഒരേ വേദിയിൽ അടുത്തിരുന്നിട്ടും മുഖ്യമന്ത്രിയും ഗവർണറും പരസ്പരം മിണ്ടിയില്ല. രാജ്ഭവനിൽ ഗവർണർ സംഘടിപ്പിച്ച റിപ്പബ്ലിക് ദിന സൽക്കാരം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ബഹിഷ്കരിച്ചു. സർക്കാരിനോടും മുഖ്യമന്ത്രിയോടുമുള്ള തന്റെ സമീപനത്തിൽ മാറ്റമില്ലെന്ന സന്ദേശമാണ് ഗവർണർ നൽകുന്നത്. ഇന്ന് റിപ്പബ്ലിക് ദിന ചടങ്ങിലും ഗവർണർ മുഖ്യമന്ത്രിയോട് മുഖം തിരിച്ചു. സെൻട്രൽ സ്റ്റേഡിയത്തിൽ 20 മിനിറ്റോളം തൊട്ടടുത്ത് മുഖ്യമന്ത്രി ഇരിക്കുമ്പോഴും സംസാരിക്കാനോ അഭിവാദ്യം ചെയ്യാനോ ഗവർണർ തയ്യാറായില്ല. എന്നാൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി സംസാരിക്കാൻ ഗവർണർ മറന്നില്ല. മുഖ്യമന്ത്രി ഒഴികെ വിശിഷ്ടാതിഥികളെ അഭിവാദ്യം ചെയ്താണ് ഗവർണർ മടങ്ങിയത്. പോര് തുടരുന്ന പശ്ചാത്തലത്തിൽ രാജ്ഭവനിൽ നടന്ന അറ്റ്ഹോം പരിപാടി മുഖ്യമന്ത്രി ബഹിഷ്കരിച്ചു. മറ്റു മന്ത്രിമാരും വിരുന്നിൽ പങ്കെടുത്തില്ല. വിരുന്നിലേക്ക് മന്ത്രിമാർക്ക് പുറമെ വിശിഷ്ടാതിഥികൾക്കും ക്ഷണമുണ്ടായിരുന്നു. നേരത്തെ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷമുള്ള ചായ സൽക്കാരവും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ബഹിഷ്കരിച്ചിരുന്നു. നയപ്രഖ്യാപന പ്രസംഗം വെട്ടിച്ചുരുക്കിയ ഗവർണറുടെ നടപടിയിൽ മുഖ്യമന്ത്രിക്ക് കടുത്ത അതൃപ്തിയാണുള്ളത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ചോദ്യം ഇതാണ്: പോര് മുറുകുന്നോ ഗവർണറും സർക്കാരും തമ്മിൽ? ഇന്ന് റിപ്പബ്ലിക് ദിനത്തിൻ്റെ ആഘോഷ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ ക്യാമറ ഏകദേശം ഒരു 25 മിനിറ്റ് ഇവരുടെ മുഖത്തേക്ക് ക്ലോസ് ചെയ്ത് വെച്ചേക്കായിരുന്നു. സൂം ചെയ്ത് വെച്ചേക്കുന്ന ആ ഫ്രെയിമിലുണ്ട് ഒരു കാരണവശാലും വലത്തോട്ട് ചെരിയാതിരിക്കാൻ ശ്രമിക്കുന്ന മുഖ്യമന്ത്രിയും ഇടത്തോട്ട് ചെരിയാതിരിക്കാൻ ശ്രമിക്കുന്ന ഗവർണറും. പോര് മുറുകയാണ്. പോര് മുറുകുകയാണെന്നല്ല, മുറുകി കഴിഞ്ഞു. മുറുകി അതിൻ്റെ ഒരു മൂർധന്യത്തിലേക്ക് എത്തുന്ന ദൃശ്യമാണ് ഇന്ന് നമ്മൾ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ കണ്ടത്. കാരണം ഒരു തരത്തിലും ഒരു മസിലൊന്ന് അയഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ചിരിക്കുന്നത് പോലെയുള്ള ഒരു ഭാവം വന്നേക്കാം. അങ്ങനെ പോലും സംഭവിക്കരുത് എന്ന ഒരു നിശ്ചയദാർഢ്യത്തോടെയാണ് മുഖ്യമന്ത്രി ഇന്നിരുന്നത്. ഗവർണർ ചിരി വരുമെന്ന് തോന്നിയ, അല്ലെങ്കിൽ ചിരിക്കാൻ പോകുന്നു എന്ന് തോന്നിയ ഘട്ടങ്ങളിലൊക്കെ തല ഒരു ഭാഗത്തേക്ക് ചെരിച്ചു വെച്ച് തന്നെ ഇരിക്കുന്നതാണ് ആ ദൃശ്യങ്ങളിൽ ആദ്യ ഭാഗത്ത് നമ്മൾ കാണുന്നത്. തൊട്ടടുത്തിരിക്കുമ്പോൾ മുഖത്ത് നോക്കാതെ ഇങ്ങനെ ഇരിക്കാൻ രണ്ടുപേർക്ക് എങ്ങനെ കഴിയും എന്ന ചോദ്യമാണ് ആ ദൃശ്യം വരുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഒരുപക്ഷെ നാളത്തെ പത്രങ്ങളിലെയൊക്കെ പ്രധാനപ്പെട്ട ഒരു ചിത്രവും ഇത് തന്നെയായിരിക്കും. തൊട്ടടുത്തിരുന്നിട്ടും ഉരിയാടാതെ, മിണ്ടാതെ, നോക്കാതെ എന്നൊക്കെയുള്ള മട്ടിലുള്ള ക്യാപ്ഷനുകളോട് കൂടിയുള്ള ചിത്രങ്ങളായിരിക്കാം ഒരുപക്ഷെ നാളെ പത്രങ്ങളിൽ വരുന്നത്. റിപ്പബ്ലിക് ദിനാഘോഷ വേദിയിൽ കണ്ടത് ഇന്നലത്തെ നയപ്രഖ്യാപനത്തിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഞാൻ കാണുന്നത്. അതൊരു എക്സ്റ്റൻഷനാണ്. ഗവർണർ ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം, റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടി കഴിഞ്ഞതിന് ശേഷം മടങ്ങുമ്പോൾ മുഖ്യമന്ത്രിയുടെ മുന്നിൽ നിന്ന് തൊഴുന്നുണ്ട്. ഇങ്ങനെ ഗവർണർ വയ്ക്കുന്നു, മുഖത്ത് നോക്കുന്നില്ല, ഇങ്ങനെയൊന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി അറ്റൻഷനായി നിൽക്കുകയാണ്. അറിയാതെ പോലും കൈ മുകളിലേക്ക് ഉയരരുത് എന്ന മട്ടിൽ. സുജയ, ആദ്യം വന്നപ്പോൾ മുഖ്യമന്ത്രി നമസ്കാരം കൊടുത്തു. അപ്പം ഗവർണർ നമസ്കരിച്ചില്ല. രണ്ടാമതാണ് തിരിച്ചു പോകുമ്പോൾ, അതായത് അടുത്തിരിക്കുന്നു. അതിനുശേഷമുള്ള അടുത്ത ഫ്രെയിം ഇതാണല്ലോ. അപ്പോൾ മുഖ്യമന്ത്രി ആ ഒരു മസിൽ പിടിച്ചു നിൽക്കുന്നു. അപ്പോഴേക്കും ഏകദേശം ആ ഒരു പിരിമുറുക്കം അതിൻ്റെ ഒരു മൂർധന്യത്തിലേക്ക് എത്തിയെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാവുന്ന ഒരു ദൃശ്യമാണ്. അവിടെ ഈ സെൻട്രൽ സ്റ്റേഡിയത്തിൽ വന്ന് റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ പറയുന്നത് എന്താണ്? ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ബാഹ്യ ഇടപെടലുകൾ എന്നൊക്കെ പറഞ്ഞ് പ്രധാനമന്ത്രിയൊക്കെ ഒന്ന് പുകഴ്ത്തി അങ്ങനെയൊക്കെയുള്ള ഒരു റിപ്പബ്ലിക് ദിന സന്ദേശമാണ് ഗവർണറുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കാണുന്നത്. ഈ ഒരു രണ്ടുപേരും തമ്മിലുള്ള ഫ്രിക്ഷനിടയിലും നമ്മളെയൊക്കെ സന്തോഷിപ്പിക്കുന്ന ഒരു ദൃശ്യം കൂടി അവിടെ കണ്ടു. ആ പരിപാടിക്കിടയിൽ തന്നെയാണ് ബിനോയ് വിശ്വത്തോടുള്ള ആ ഒരു ഊഷ്മളമായുള്ള ഇടപെടൽ. അതും ആ വേദിയിൽ ഞാൻ ശ്രദ്ധിച്ചു. ആ വേദിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നതെന്ന് കൂടി നമ്മൾ നോക്കണം. അവിടെ വി ശിവൻകുട്ടി ഉണ്ടായിരുന്നു, മന്ത്രിമാർ 2 പേർ, വി അബ്ദുറഹ്മാനും ഉണ്ടായിരുന്നു, വി ശിവൻകുട്ടിയും ഉണ്ടായിരുന്നു, മുൻമന്ത്രി ആന്റണി രാജു ഉണ്ട്, VK പ്രശാന്ത് MLA ഉണ്ട്, ഒപ്പം CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തോട് വളരെ ഊഷ്മളമായി അടുത്ത സുഹൃത്തുക്കൾ എങ്ങനെയാണോ ഇടപെടുന്നത് അതേപോലെ പെരുമാറുമ്പോൾ തൊട്ടു മുമ്പ് കാണിച്ചത് പരിഭവമാണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഇത്രയും പേരോട് എനിക്ക് പരിഭവമുണ്ട്, പക്ഷേ ബിനോയ് വിശ്വത്തോട് അങ്ങനെയല്ല കേട്ടോ. അതിനുശേഷം അടുത്ത് പോകുന്നു കുട്ടികളുടെ അടുത്ത്, ആ വേദിയിലുണ്ടായിരുന്ന മറ്റാളുകളുടെ അടുത്ത്, എല്ലാവരുടെ അടുത്ത് വളരെ ഊഷ്മളമായാണ് ഗവർണർ പെരുമാറുന്നത്. അപ്പോൾ മനഃപൂർവ്വം തന്നെയാണ്, ഞാൻ ഇത്രയും അത് വിശദമാക്കി പറഞ്ഞത്, മനഃപൂർവ്വമാണ് ഇന്ന് ഗവർണറും മുഖ്യമന്ത്രിയും അവിടെ ആ ഒരു സമീപനം സ്വീകരിച്ചത് എന്നത് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അത് കൂടുതൽ നമ്മൾ വിലയിരുത്തേണ്ടത് പോലും ആവശ്യമില്ല, എല്ലാവർക്കും അത് കണ്ടപ്പോൾ മനസ്സിലായി. നിയമസഭയിലെ അവഗണന അത് സർക്കാരിനോട് മാത്രമല്ല പ്രതിപക്ഷത്തോടും കൂടിയാണ് ഗവർണർ കാണിച്ചത്. നയപ്രഖ്യാപനം എന്ന് പറയുന്നത് തികച്ചും സാങ്കേതികമായ ഒരു ഉത്തരവാദിത്തം നിർവഹിച്ച് 6 മിനിറ്റ് ചെലവിട്ട് വായിച്ചോ എന്ന് ചോദിച്ചാൽ വായിച്ചു, നയപ്രഖ്യാപനം ആയില്ലേ എന്ന് ചോദിച്ചാൽ ആയി, പക്ഷേ സാങ്കേതികമായി മാത്രമാണ് ആയത്. അവിടെയും ഗവർണർക്ക് നയപ്രഖ്യാപനം മുഴുവനായി വായിക്കുകയോ അല്ലെങ്കിൽ എൻ്റെ സർക്കാർ എന്നെങ്കിലും പറയുകയോ ചെയ്യാമായിരുന്നു. അത് അവിടെ ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. എന്നിട്ടും ഇന്നലെ മുഖ്യമന്ത്രി അത് വിമർശിക്കാതെ വിട്ടു. പക്ഷേ അതിനുശേഷം ഇന്നത്തെ
രാവിലത്തെ ഈ പെർഫോമൻസ് കൂടി ആയി കഴിഞ്ഞപ്പോൾ മറുപടി വരുന്നുണ്ട്. MV ഗോവിന്ദന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായി മറുപടി വരുന്നുണ്ട്. പാർട്ടി ആ വിഷയം ഏറ്റെടുക്കുന്നു. കഴിഞ്ഞ ദിവസം EP ജയരാജൻ മാത്രമാണ് പ്രതികരിച്ചതെങ്കിൽ ഇന്ന് MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി ആ കാര്യങ്ങൾ പറഞ്ഞു വെക്കുകയാണ്. ഇതിൽ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്താണ്? സംസ്ഥാനത്തിന്റെ തലവനും അതുപോലെ തന്നെ സർക്കാരിന്റെ തലവനും രണ്ടുപേരും തമ്മിൽ കൊമ്പ് കോർക്കുമ്പോൾ അവിടെ നഷ്ടപ്പെടുന്നത് എന്താണ്? താല്പര്യം മറന്നുകൊണ്ടുള്ള ഒരു കൊമ്പ് കോർക്കലിലേക്ക് രണ്ടുപേരും നീങ്ങുന്നു എന്നത് രണ്ടുപേരെയും ന്യായീകരിക്കാൻ പറ്റില്ല. രണ്ടുപേരുടെയും ഭാഗത്തു നിന്നുണ്ടായത് തികച്ചും ബാലിശമായിട്ടുള്ള ഒരു രീതി തന്നെയാണ് എന്നാണ് എനിക്ക് ഈ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒപ്പുവയ്ക്കാത്ത ബില്ലുകളെ കുറിച്ചുള്ള തർക്കമുണ്ട്. ആ ബില്ലുകളൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട്. രാഷ്ട്രപതിക്ക് അയക്കുന്നു, കോടതി കയറുന്നു, ഗവർണർക്കെതിരായ സർക്കാരിന്റെ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്നു. അതൊക്കെ ഒരു ഭാഗത്തുണ്ട്. പക്ഷേ നയപ്രഖ്യാപനത്തിൽ ഗവർണർ കാണിച്ചതിന് ഇന്ന് മറുപടി കൊടുക്കുകയാണ് മുഖ്യമന്ത്രി. ഗവർണറും ഒട്ടും മോശമല്ല. ഗവർണറും അതേ നാണയത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത്. ഈ നയപ്രഖ്യാപന പ്രസംഗത്തെക്കുറിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞുപോയി. അതിന്റെ ഉള്ളടക്കത്തിലേക്കൊന്നും നമ്മൾ പോയില്ല. പക്ഷേ ഇതുവരെയുള്ള 15 നിയമസഭകളിലായില്ലേ ഇപ്പോൾ? ഇത് 15ാമത്തെ നിയമസഭ. അപ്പോൾ ഈ 15 നിയമസഭകളുടെയും ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും കുറവ് ദൈർഘ്യമുള്ള നയപ്രഖ്യാപനം നടത്തിയത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെയാണ്. അപ്പോൾ ഇത് കേരളത്തിനൊരു അഭിമാനിക്കാവുന്ന ഒരു നേട്ടമായൊന്നും ഉയർത്തിക്കാട്ടാവുന്ന ഒരു ചരിത്ര രേഖയൊന്നുമല്ല. ഇത് നാണക്കേട് തന്നെയാണ്. കാരണം ഒരു സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ സംഭവിച്ച ഇങ്ങനെ ഒരു കാര്യമെന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങൾ എത്ര മോശമായിട്ടാണ് നമ്മുടെ സംസ്ഥാനത്തെ നോക്കിക്കാണുക. കയ്യാങ്കളി കേസിന് ശേഷമുള്ള ഒരു മോശം ഇവന്റ് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് മുഖ്യമന്ത്രിയും ഗവർണറും ഒരുപോലെ ഉത്തരവാദികളാണ്. ഇരുകൂട്ടരും ഇങ്ങനെ ഒരു പൊതുവേദിയിൽ ഇങ്ങനെയുള്ള ഒരു ശരീരഭാഷ കാണിക്കുന്നത് ഉചിതമാണോ എന്ന് അവർ തന്നെ പരിശോധിക്കണം. രണ്ടുപേരും പരിശോധിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ആ വിഷയത്തിൽ വ്യത്യസ്തമായൊരു നിലപാടാണ്. കാര്യം ഇതിൽ മുഖ്യമന്ത്രി ഇന്നലെ ഗവർണറെ സ്വീകരിക്കാൻ പോയിരുന്നു. ഗവർണർക്ക് പൂച്ചെണ്ട് കൊടുക്കുന്നുണ്ട് മുഖ്യമന്ത്രി. ഒരു മുഖ്യമന്ത്രി രാഷ്ട്രീയമായ വിയോജിപ്പുകളോടുകൂടി തന്നെയും പല ഘട്ടങ്ങളിലും ഗവർണറുടെ രാജ്ഭവനിലേക്ക് പോവുകയും വിരുന്ന് സൽക്കാരങ്ങളിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്ത ചരിത്രമുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്. മാത്രമല്ല ഇന്നലെ യാത്രയക്കാരും പോയി അമ്പരപ്പിച്ചു കഴിഞ്ഞു. 1.25 മിനിറ്റ് കൊണ്ട് പ്രസംഗം അവസാനിപ്പിച്ച് മടങ്ങുമ്പോൾ ഒരു അമ്പരപ്പ് എല്ലാവരുടെയും മുഖത്തുണ്ട്. പക്ഷേ തിരിച്ച് യാത്രയക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും സ്പീക്കറും കൂടി പോകുന്നുണ്ട്. പ്രോട്ടോകോൾ പ്രകാരം അങ്ങനെയാണല്ലോ പോകേണ്ടത്. മുഖ്യമന്ത്രിയും സ്പീക്കറും കൊണ്ടുപോയി യാത്ര അയക്കുന്നുണ്ട്. വണ്ടിയിൽ കയറി പോകുന്നുണ്ട്. ഇന്നും കടന്നു വരുന്ന വഴിക്ക് ആദ്യം കൈകൂപ്പുന്നുണ്ട്. ആദ്യം എത്തുന്നത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി എത്തിയതിന് ശേഷമാണ് ഗവർണർ വരുന്നത്. പക്ഷേ ഗവർണർ മൈൻഡ് ചെയ്യാതെ നേരെ പോകുന്നു, ദേശീയ പതാക ഉയർത്തുന്നു. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും ഒരു ഭരണഘടനാ സ്ഥാപനം എന്ന നിലയിൽ ഗവർണർ പൊതുസമൂഹത്തിന് നൽകേണ്ട മാതൃകാപരമായ ഒരു ചിത്രമല്ല എന്നതാണ് എൻ്റെ പക്ഷം. നിങ്ങൾക്ക് എത്രയോ വിയോജിപ്പുകൾ ഉണ്ടാവാം. ഉദാഹരണത്തിന് ഇന്ത്യയുടെ ആദ്യ ഗവൺമെൻറ്, നെഹ്റുവിൻ്റെ ആദ്യത്തെ ഗവൺമെൻറ്റിൽ നെഹ്റു ക്യാബിനറ്റിലേക്ക് എടുക്കാൻ തീരുമാനിച്ചതിൽ ഒരാൾ അംബേദ്കറിനെയാണ്. ആരാണ്? നെഹ്റുവിൻ്റെയും കോൺഗ്രസിൻ്റെയും വിമർശകനായിരുന്ന, കോൺഗ്രസ് സീറ്റ് നിഷേധിച്ച് പുറത്തുനിന്ന് മത്സരിക്കേണ്ടി വന്ന അംബേദ്കറിന് നിയമമന്ത്രിയാക്കി. ശ്യാമപ്രസാദ് മുഖർജി, തന്നെ എതിർത്തിരുന്ന ജനസംഘത്തിൻ്റെ സ്ഥാപകനായ ശ്യാമപ്രസാദ് മുഖർജിയെ മന്ത്രിയാക്കുന്നു. ഷൺമുഖം ചെട്ടി, തൻ്റെ സാമ്പത്തിക കാര്യങ്ങളെയൊക്കെ വിമർശിച്ചിരുന്ന ഷൺമുഖം ചെട്ടിയെ വിളിച്ച് ധനകാര്യ വകുപ്പ് കൊടുക്കുന്നു. അപ്പോൾ വിമർശിക്കുന്നവരെയും പ്രതിയോഗികളെയും മന്ത്രിസഭയിലേക്ക് കൊണ്ടുപോയൊരു പാരമ്പര്യമുണ്ടായിരുന്നു സ്വതന്ത്ര റിപ്പബ്ലിക്കിൻ്റെ ആദ്യത്തെ മന്ത്രിസഭയ്ക്കെന്നേ. അവിടെ സോമനാഥ് ക്ഷേത്രത്തെ ചൊല്ലി രണ്ടുപേർക്കും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ആർക്കൊക്കെ? പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. GV മൗലങ്കാരനും നെഹ്റുവിനും ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. GV മൗലങ്കാരും നെഹ്റുവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെക്കുറിച്ച് നമ്മൾ തന്നെ ചർച്ച ചെയ്തതാണ് ഒരു ഘട്ടത്തിൽ. എൻ്റെ മുറിയിലേക്ക് വരൂ എന്ന് പറയുന്ന സമയത്ത് ഈ പാർലമെൻ്ററി കീഴ്വഴക്കങ്ങൾ അനുസരിച്ച് പ്രധാനമന്ത്രിയുടെ മുറിയിലേക്കോ ഒരു എക്സിക്യൂട്ടീവിൻ്റെ മുറിയിലേക്കും വരാൻ എന്നെ അനുവദിക്കുന്നില്ലെന്ന് പറയുമ്പോൾ ക്ഷമിക്കണം, ഞാൻ അങ്ങയുടെ മുറിയിലേക്ക് വരാം എന്ന് വിനീത വിധേയനായി പോകുന്ന നെഹ്റുവിനെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഭരണഘടനാ പൊസിഷനുകളിൽ ഇരിക്കുന്നവർ ഒരു സമൂഹത്തിൻ്റെ കൂടി മാതൃകകളാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് വൈജാത്യങ്ങൾ പറഞ്ഞു തീർക്കാൻ കഴിയുക? രണ്ടുപേർ ഇരിക്കുമ്പോൾ വോൾട്ടയർ പറഞ്ഞത് എന്താ? എന്നെ എതിർക്കാനുള്ള നിൻ്റെ അവകാശത്തെ എൻ്റെ ജീവൻ കൊടുത്ത് ഞാൻ സംരക്ഷിക്കുമെന്നാണ് വോൾട്ടയർ പറയുന്നത്. അതൊരു കേവലം ഒരു തത്വശാസ്ത്രമല്ല, ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ആശയമാണ്. ഇവിടെ വ്യക്തിപരമായി എന്തെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയനും ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിലുണ്ടോ? ഇല്ല. അത് ആശയപരമാണ്, രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തെ രണ്ട് വ്യത്യസ്ത കോണുകളിൽ നിന്ന് പ്രതിനിധീകരിക്കുന്നവർ റിയൽ എക്സിക്യൂട്ടീവും മറ്റൊരാൾ നോമിനൽ എക്സിക്യൂട്ടീവുമായ ഒരു സ്റ്റേറ്റിൻ്റെ ഹെഡായി നിൽക്കുമ്പോൾ അവർ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് എൻ്റെ ഗവൺമെൻറ് എന്ന് പോലും പറയാൻ കഴിയാതെ ഗവർണർ സഭയെയും സർക്കാരിനെയും അവഹേളിക്കുന്നൊരു നിലപാടെടുക്കുകയാണ് എന്നതാണ് എൻ്റെ പക്ഷം. അവിടെ എന്ത് വിയോജിപ്പുകളുണ്ടെങ്കിലും നിങ്ങൾക്കത് രേഖപ്പെടുത്താൻ എത്രയോ അവസരങ്ങളുണ്ട്. മാത്രമല്ല, ആരാണ് ഈ ഗവർണർ? നോമിനേറ്റ് ചെയ്യപ്പെട്ട് വരുന്നൊരു മനുഷ്യൻ.
ആരെയാണ് അവഹേളിക്കുന്നത്? ജനങ്ങൾ തിരഞ്ഞെടുത്ത് വന്നിരിക്കുന്ന മുഖ്യമന്ത്രിയെ, ജനങ്ങൾ തിരഞ്ഞെടുത്ത് വന്നിരിക്കുന്ന സ്പീക്കർ അടങ്ങുന്ന ഒരു സഭയെ, പ്രതിപക്ഷ നേതാവിനെ. അതുകൊണ്ടാണ് പ്രതിപക്ഷം രണ്ടാലോചിക്കാതെ പറഞ്ഞത് ഗവർണർ അവഹേളിക്കുകയാണ് സഭയെ, ഈ സഭയെ അവഹേളിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. അതുതന്നെയാണ് ഇന്ന് CPM പാർട്ടി നിലപാടായിട്ട് പറയുന്നത്. ഇന്നലെ പാർട്ടി ഒന്ന് ക്ഷമിച്ചു, ആരോഗ്യ കാരണങ്ങളാലായിരിക്കും ഒരുപക്ഷെ പ്രസംഗം ചുരുക്കിയതെന്ന് പറഞ്ഞ് ലഘൂകരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇന്ന് റിപ്പബ്ലിക് ദിനത്തിലെ ഈ ശരീരഭാഷ കൂടി CPM-നെ ആ നിലപാട് എടുക്കാൻ പ്രേരിപ്പിക്കുകയാണ്. CPM തുറന്ന നിലപാട് പറയുന്നു. പദവിക്ക് നിരക്കാത്ത പ്രവൃത്തി, നിലവിട്ട പെരുമാറ്റം പദവിയുടെ അന്തസ്സിന് ചേർന്നതല്ല. ഇതെല്ലാം അത് കൃത്യമായ നിരീക്ഷണമാണ് എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. അത് ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരു ഗവർണറെ സംബന്ധിച്ച് തീരെ യോജിച്ചതല്ല. പ്രത്യേകിച്ച് ഒരു പോപ്പുലർ സൊവേറിറ്റി അഥവാ ജനാഭിലാഷങ്ങൾ പ്രതിഫലിക്കുന്ന ഒരു സഭയിൽ സാങ്കേതികമായി മാത്രമല്ല ഗവർണർ പ്രവർത്തിക്കേണ്ടത്, ഒരു അർപ്പിത മനോഭാവത്തോടു കൂടി പ്രവർത്തിക്കേണ്ടിയിരുന്നു. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പാരഗ്രാഫ് വായിച്ച് നാമമാത്രമായി തൻ്റെ പദവിയുടെ അധികാരം ഉപയോഗിച്ച് പോകലല്ല ഗവർണർ ചെയ്യേണ്ടിയിരുന്നത്. ഗവർണർ കൂടി ഒരു മെസ്സേജാണ്. പക്ഷേ ഇന്നത്തെ ഈ റിപ്പബ്ലിക് ദിനത്തിലെ ഏറ്റവും നിർഭാഗ്യകരമായ കാഴ്ച ഇരുവരും മിണ്ടാതിരിക്കുന്ന കാഴ്ചയായിരുന്നു. പോര് മുറുകുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നമ്മൾ ഈ ഗവർണർ പദവിയിലിരുന്ന് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ തന്നെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തിട്ടുള്ളത്. തൻ്റെ അധികാരത്തിനപ്പുറമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും ഒരു ഗവർണർ പറയുന്നതിനപ്പുറത്തേക്കുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങൾ തുടർച്ചയായി നടത്തുകയും സർക്കാരിനെ, തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ ആ രൂപത്തിൽ ഭരിക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നലെ സഭയിൽ കണ്ടത്. നയപ്രഖ്യാപന പ്രസംഗം ഈ രൂപത്തിൽ ചുരുക്കിക്കൊണ്ട് സഭയെ അവഹേളിക്കുകയായിരുന്നു എന്നുള്ള അഭിപ്രായം പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഒരുപോലെയുണ്ട്. ഗവർണർ അവഹേളിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ചയാണ് ഇന്നിപ്പോൾ നമ്മൾ റിപ്പബ്ലിക് ദിന പരേഡിൽ കണ്ടത്. നമ്മൾ ഈ പറഞ്ഞ പോലെ രാവിലെ മോർണിംഗ് ഷോ ചെയ്യുന്ന സമയത്താണല്ലോ 10-20-25 മിനിറ്റോളം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതിരിക്കുന്നു. ആദ്യം നമസ്തേ പറയുന്നുണ്ട് മുഖ്യമന്ത്രി, അപ്പോൾ ഗവർണർ തിരിഞ്ഞു നോക്കുന്നില്ല. തിരിച്ചു പോകുമ്പോൾ ഗവർണർ കൈകൂപ്പുമ്പോൾ മുഖ്യമന്ത്രി തിരിച്ചു പോകുന്നില്ല. ഇതിനിടയ്ക്ക് തൊട്ടപ്പുറത്തിരുന്ന ശിവൻകുട്ടി, ഇപ്പോൾ മുഖ്യമന്ത്രി മുഴുവൻ സമയവും ഇപ്പുറത്തേക്ക് തിരിഞ്ഞ് ശിവൻകുട്ടിയോട് സംസാരിക്കുകയാണ്. ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി അതാണ് കണ്ടത്. പിന്നെ നമ്മൾ കണ്ട CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അങ്ങോട്ട് കയറി സംസാരിച്ചതാണ്. എന്നുവെച്ചാൽ ആ ഒരു സാഹചര്യം ഒന്നൊന്ന് തണുപ്പിക്കാൻ വേണ്ടി അദ്ദേഹം മുൻകൈ എടുത്ത ആ ഒരു സംസാരിക്കുകയും ചിരിക്കാനും ശ്രമിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം അദ്ദേഹം അവിടെ പോയി മുഖ്യമന്ത്രിയോട് സംസാരിക്കുന്നത് നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ ആ ഒരു സാഹചര്യത്തെ പിരിമുറുക്കം കുറയ്ക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിയത്. പക്ഷേ അതിനുശേഷം ഉള്ള അതിശക്തമായ പ്രതികരണങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് തന്നെ വന്നിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് നിന്ന് ശിവൻകുട്ടി പിന്നീട് പ്രതികരിച്ചത് സംസ്ഥാനങ്ങൾക്ക് ഗവർണർ പദവി ആവശ്യമില്ല എന്നൊരു പ്രസംഗം അദ്ദേഹം നടത്തി. സ്വന്തം കുടുംബക്കാർക്കും സുഹൃത്തുക്കൾക്കും ഇപ്പോൾ ഉല്ലാസയാത്ര നടത്താനുള്ള പദവിയല്ല ഗവർണറുടേതെന്ന് പറയുന്നുണ്ട്. അതിനുള്ള പണം മുടക്കുന്നത് സംസ്ഥാന സർക്കാരാണെന്ന് മന്ത്രി ഓർമ്മിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ളത് നമ്മൾ MV ഗോവിന്ദൻ്റെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. ഇനി അങ്ങോട്ട് രൂക്ഷമായ പ്രതികരണങ്ങൾ തന്നെയാണ് വരാനിരിക്കുന്നത്. ഗവർണറുടെ കാലാവധി കഴിയാനായി അല്ലേ? അപ്പോൾ ഇനി ആ കാലാവധി കഴിയുന്നവരെയും ഈ വർത്തമാനം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോര്, സമരങ്ങൾ ഇതൊക്കെ തുടരാനുള്ള സാധ്യത. തെരഞ്ഞെടുപ്പ് വരാൻ പോവുക കൂടിയാണല്ലോ. അതെ. അപ്പോൾ ഇനി അടുത്ത മന്ത്രിസഭ വരാൻ സാധ്യത പല ഈ ജഗദീപ് ധൻഖർ സിൻഡ്രോം എന്ന് ഞാൻ വിളിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ഗവർണർക്ക് അടുത്ത പദവിയെക്കുറിച്ചുള്ള ആശങ്കയുണ്ടല്ലോ, അതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഉണ്ണിപ്രകാശ്, ശരി. ഇന്നിപ്പം ഈ പോര് മുറുകുകയാണ് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും തർക്കമില്ലാത്ത പോലെ എനിക്കും തർക്കമില്ല. മാത്രമല്ല ഇന്നലെ മൈ ഗവൺമെൻറ്, എൻ്റെ സർക്കാരെന്ന് ഒരിക്കൽ പോലും ഗവർണർ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് അദ്ദേഹം ഈ റിപ്പബ്ലിക് ദിന സന്ദേശത്തിലൂടെ അദ്ദേഹത്തിൻ്റെ സർക്കാർ ഏതാണ് എന്നുകൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് കേന്ദ്ര സർക്കാരാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ നേട്ടങ്ങളും നയങ്ങളും ഒക്കെ വിശദീകരിച്ചുകൊണ്ടുള്ളൊരു പ്രസംഗമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാണ്. ഇനി ഇവിടെ ഒരു വലിയൊരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത് ഈ ഗവൺമെൻറ് വേഴ്സസ്, ഇപ്പം നേരത്തെ സുജയ പറഞ്ഞതുപോലെ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ സർക്കാരും ഗവർണറും തമ്മിൽ മുഖാമുഖം നിൽക്കുന്നതിൻ്റെ ഒരു വലിയ പ്രതിസന്ധി നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖല മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അത് ഉന്നത വിദ്യാഭ്യാസ മേഖലയാണ്. വലിയൊരു പ്രശ്നമുണ്ട് ഇപ്പം. നോക്കൂ, കണ്ണൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലറെയും അതേപോലെ തന്നെ സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറെയും ഫിഷറീസ് സർവകലാശാലയുടെ വൈസ് ചാൻസലറെയും കോടതി തന്നെ പുറത്താക്കി. ഈ പറയുന്ന ഗവർണർ വേഴ്സസ് സർക്കാർ എന്ന് പറയുന്ന നിയമ പോരാട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ 3 സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരെ ഹൈക്കോടതി പുറത്താക്കി. അത് കഴിഞ്ഞാൽ കേരള യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, കുസാറ്റ്, മലയാളം സർവകലാശാല, കാർഷിക സർവകലാശാല, ഇത്രയും സർവകലാശാലകളുടെ VC-മാരുടെ കാലാവധി കഴിഞ്ഞു. 5 സർവകലാശാലയിലെ VC-മാരുടെ കാലാവധി കഴിഞ്ഞു. അടുത്ത മാസം ഒരു വലിയ ക്രൈസിസ് വരാനിരിക്കുന്നു. അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, സംസ്കൃത സർവകലാശാല, ശ്രീനാരായണ സർവകലാശാല, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി. ഈ 4 യൂണിവേഴ്സിറ്റികളുടെ 4 വൈസ് ചാൻസലർമാരെയും അടുത്ത മാസം ഗവർണർ പുറത്താക്കാൻ പോവുകയാണ് ഈ സുപ്രീം കോടതി നടപടിയുടെ വെളിച്ചത്തിൽ. അതിന് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. അതായത് 3 സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരെ കോടതി പുറത്താക്കിയിരിക്കുന്നു. 5 സർവകലാശാല വൈസ് ചാൻസലർമാരുടെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു. 4 സർവകലാശാല വൈസ് ചാൻസലർമാരെ അടുത്ത മാസം പുറത്താക്കാനിരിക്കുന്നു.
പുതിയ ഒരൊറ്റ VCA നിയമിക്കാൻ നമുക്ക് കഴിയുന്നില്ല. ഇത് സംബന്ധിച്ചൊരു കേസ് കോടതിയിൽ നടക്കുന്നുണ്ട്, ഹൈക്കോടതിയിൽ നടക്കുന്നുണ്ട്. എന്താ പ്രശ്നമെന്നറിയാവോ? 3 പ്രധാനപ്പെട്ട ബില്ലുകളിൽ ഗവർണർ ഒപ്പുവെച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ആ 3 ബില്ലുകളും നേരെ പോയിരിക്കുന്ന എങ്ങോട്ടേക്കാണ്? രാഷ്ട്രപതിയുടെ അടുക്കിലേക്കാണ്. ഒന്ന് ചാൻസലറിനെ മാറ്റുന്ന ബില്ല്, 2 സെർച്ച് കമ്മിറ്റി എക്സ്പാൻഡ് ചെയ്യുന്ന ബില്ല്, 3 സർവകലാശാല നിയമ ഭേദഗതി ബില്ല് 2. അങ്ങനെ 4 ഭേദഗതികൾ ബില്ലാക്കി സഭ പാസ്സാക്കി ഗവർണർക്ക് അയച്ചിട്ട് ഗവർണർ അതിനകത്ത് ഒപ്പിടാതിരുന്നിട്ട് അതിനെതിരെ സുപ്രീം കോടതിയിലേക്ക് പോയപ്പോൾ ഗവർണർ ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നേരെ അത് രാഷ്ട്രപതിക്ക് അയച്ചിരിക്കുകയാണ്. രാഷ്ട്രപതി സൗകര്യമുള്ളപ്പോൾ അത് ഒപ്പിട്ടിങ്ങോട്ട് വരും. അതുവരെ നമ്മുടെ സർവകലാശാലകളിൽ പ്രതിസന്ധിയുണ്ട്. നോക്കൂ, ഈ പറയുന്നൊരു പ്രശ്നം വെച്ചാൽ ഗവർണർക്ക് മുഖ്യമന്ത്രിയെ രാഷ്ട്രീയമായി വെല്ലുവിളിക്കാം, മുഖ്യമന്ത്രിക്ക് ഗവർണറെ രാഷ്ട്രീയമായി വെല്ലുവിളിക്കാം. ഇതിനൊക്കെ അപ്പുറത്ത് ഇവരുടെ ഭരണനിർവഹണം, സംസ്ഥാനത്തിൻ്റെ ഭരണനിർവഹണം എന്ന് പറയുന്നത് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടൊരു വലിയ പ്രതിസന്ധിയിലെത്തിയിരിക്കുന്നു. കേരളത്തിൽ ഓരോ സർവകലാശാലകളിലും ഇനി വൈസ് ചാൻസലർമാരെ അപ്പോയിൻ്റ് ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. അതൊട്ടും തന്നെ അഭികാമ്യമല്ല. ഇനി ഇതങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും കൂടുതൽ പ്രതിസന്ധികൾ വരും. എന്നാൽ ഇപ്പോൾ നമ്മുടെ ഈ കേരളം അഭിമാനിക്കുന്ന ഒരു രംഗമല്ലേ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ നേട്ടം എന്ന് പറയുന്നത്. ആ വിദ്യാഭ്യാസ രംഗത്ത് വളരെ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നവരല്ലേ നമ്മുടെ വൈസ് ചാൻസലർമാർ എന്ന് പറയുന്നത്. ആ വൈസ് ചാൻസലർമാരില്ലാതെ സർവകലാശാലകൾ പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്നു. ഇനി പുതിയ വൈസ് ചാൻസലർമാരെ അപ്പോയിൻ്റ് ചെയ്യാൻ കഴിയില്ല. മുന്നോട്ട് പോകുന്തോറും പ്രതിസന്ധി മൂർച്ഛിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ എവിടെയാണ് ഇവർ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത് എന്നൊരു പ്രതിസന്ധിയുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് രണ്ടു കൂട്ടരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിനകത്തൊരു വലിയ റോൾ വഹിച്ചിരിക്കുന്നത് ഗവർണറാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ ഗവർണർ ഈ സംസ്ഥാനത്തിൻ്റെ താല്പര്യത്തിനെതിരായിട്ട് നിൽക്കുന്നു. സത്യത്തിൽ സർക്കാരിനെതിരെ ഗവർണർ നിലപാടെടുക്കുമ്പോൾ ഈ സംസ്ഥാനത്തെ ജനങ്ങളെയാണ് ഗവർണർ പ്രതിസന്ധിയിലാക്കുന്നത് എന്നുള്ളതാണ് ഞാൻ കാണുന്നൊരു യാഥാർത്ഥ്യം. മാത്രമല്ല ആരോഗ്യവുമായി ബന്ധപ്പെട്ട ബില്ലുണ്ട്, സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട ശരിയാണ്. പക്ഷേ ലോകായുക്തയുമായി ബന്ധപ്പെട്ട ബില്ലുണ്ട്, പിന്നെ തണ്ണീർത്തടം. പക്ഷേ ഇതൊന്നും ഇമ്മീഡിയറ്റ് ആവശ്യം നമുക്ക് പറഞ്ഞുകൂടാ. ഭേദഗതിയുണ്ട്, ഓർഡിനൻസ് ഇതേ ഗവർണർ ഒപ്പിട്ട ഓർഡിനൻസ് ആണ് ഭൂനിയമ ഭേദഗതിയായിട്ട് വരുന്നത്. ഭൂനിയമ ഭേദഗതി, മിൽമയുമായി ബന്ധപ്പെട്ടത്, തണ്ണീർത്തട നിയമവുമായി ബന്ധപ്പെട്ടത്, ലോകായുക്ത ബില്ല്. ഈ ബില്ലിനൊക്കെ അപ്പുറത്താണ് അരുണെ നമ്മളീ പറഞ്ഞ നമ്മുടെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സർവകലാശാലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാം പ്രതിസന്ധിയിലായിരിക്കാണ്. വൈസ് ചാൻസലർ എന്ന് പറഞ്ഞൊരു സാധനം ഇപ്പോൾ ഇല്ല. ഞാൻ പറഞ്ഞ 5, 3, 8 സർവകലാശാലയുടെ കാര്യം ഞാൻ ഈ പറഞ്ഞത്. ചുമതലകളാണ്. അതെ, എല്ലാ സർവകലാശാലകൾക്കും ചുമതലകളുണ്ട്. ചുമതലകളുടെ ആൾക്കാരെയാണ് നിയമിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് നോക്കൂ, ഗവർണറാണ്. ഇനി നോക്കൂ, ഇനി നമുക്ക് താല്പര്യങ്ങളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അതിനാണല്ലോ സിൻഡിക്കേറ്റിലും സെനറ്റിലേക്കും നിയമനം നടത്താൻ. ഇനിയിപ്പോ പുതിയ സർവകലാശാല വൈസ് ചാൻസലർമാരെ നമുക്ക് നിയമിക്കണമെങ്കിൽ ഈ പറയുന്ന സെർച്ച് കമ്മിറ്റി എക്സ്പാൻഷൻ ബില്ല്, അതേപോലെ തന്നെ ചാൻസലറിന്റെ അധികാരവുമായി ബന്ധപ്പെട്ട ബില്ലുകൾ. അപ്പോൾ കോടതി ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ കഴിയാത്തത് എന്ന് ചോദിക്കുന്നുണ്ട്. സർക്കാർ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ഗവർണറാണ് അതിന് തടസ്സം നിൽക്കുന്നതെന്നാണ്. ആ അർത്ഥത്തിൽ ഹൈക്കോടതിയിൽ ഒരു പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടുത്തെ സ്ഥിതി. പോയിട്ടില്ല. 20 ലക്ഷം രൂപ അനുവദിച്ചു. പക്ഷേ 20 ലക്ഷം രൂപ അനുവദിച്ചിട്ടും ആ വിരുന്ന് സൽക്കാരത്തിൽ ഞങ്ങൾ പങ്കെടുക്കാനില്ല. അത് ഇന്നത്തെ ഒരു ഇൻസിഡന്റ് കൊണ്ടുകൂടി ഇന്നലെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടാവണം. കാര്യം ഗവർണറുമായ ഒരു ഏറ്റുമുട്ടൽ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല നമുക്കറിയില്ലേ, 12 മണിക്കൂർ മുമ്പ് പാലക്കാട് SFI കരിങ്കുടി കാണിച്ചു ഈ ഗവർണറെ. പിന്നീട് വൈകുന്നേരം മുഖ്യമന്ത്രിയും മന്ത്രിമാരും കൂടി പോയി രാജ്ഭവനിൽ പോയി ചായ കുടിക്കാൻ നിൽക്കാൻ സാധ്യത വളരെ കുറവാണ്. രാഷ്ട്രീയമായൊരു തീരുമാനം തന്നെയാണ് ഗവർണർക്കെതിരെയുള്ള. ഊഷ്മളമാകാനുള്ള സാധ്യതയില്ല. തീർച്ചയായിട്ടും ഊഷ്മളമാകാനുള്ള സാധ്യതയില്ല. അവിടെ ഒരു ഒത്തുതീർപ്പും നമ്മൾ കാണുന്നില്ല. ഇനി അത് വരാൻ പോകുന്നത് കോടതിയിൽ നിന്നാണ്. പക്ഷേ കോടതിയിൽ വരുന്നതിന് മുൻപ് ഗവർണർ ഇവിടെ നിന്ന് പോകാനുള്ള സാധ്യതയും നമ്മൾ. ഗവർണർ ആ ടഫ് സ്റ്റാൻഡിൽ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല എന്ന്. അല്ല, ഗവർണറിന് ഇനഫ് റീസൺ നമ്മൾ പറയത്തില്ല, ഇനഫ് റീസൺ ഉണ്ടല്ലോ. കാരണം വെച്ചാൽ ഒന്ന്, ഈ ഗവർണർക്കെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി പോയിരിക്കുകയാണ്. എന്നിട്ട് സുപ്രീം കോടതി ഒരു അടി കിട്ടി. ഞങ്ങളൊരു പഞ്ചാബ് വിധി പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് വായിക്ക്. നിങ്ങളുടെ അധികാരം വളരെ പരിമിതമാണ് എന്ന് സുപ്രീം കോടതി പറയുന്നു. ആകപ്പാടെ സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടിയൊരു ആശ്വാസം മറ്റേ MS ജയശ്രീയുടെ കേസിലാണ്. ഈ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറെ നീക്കുന്ന നടപടിയെ അംഗീകരിച്ചുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞൊരു വിധി മാത്രമാണ് യഥാർത്ഥത്തിൽ ഗവർണർക്ക് ആശ്വാസകരമായിട്ടുള്ളത്. മറ്റത് ഗവർണർ നേരിടുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഗവർണർക്കെതിരെ കേരളത്തിലുടനീളം കരിങ്കൊടി പ്രകടനം ആണല്ലോ. ആ കാര്യത്തിൽ ആരെയാണ് കുറ്റക്കാരനാക്കി നിർത്തുന്നത്? SFI അല്ല കുറ്റക്കാരനാക്കി നിർത്തുന്നത്, കേരളത്തിലെ മുഖ്യമന്ത്രിയെയും കേരളത്തിലെ പോലീസിനെയുമാണ്. വലിയൊരു ആക്ഷേപം കേരളത്തിലെ ഗവർണർ ഉന്നയിച്ചത് എന്താണ്? പോലീസുകാർ കൊണ്ടുവന്ന് ഈ അക്രമകാരികളെ അവിടെ വിട്ടുവെന്നും അവരാണ് പിന്നെ അവർക്കെല്ലാം സൗകര്യം ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞു. അടുത്ത ദിവസം അദ്ദേഹം പിന്നെ കേരളത്തിലെ പോലീസിനെ അഭിനന്ദിച്ചുകൊണ്ട് പ്രസംഗിക്കുകയൊക്കെ ചെയ്തു. അത് അവിടെ നിൽക്കട്ടെ. 2, ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയോടെയുള്ള മുഖ്യമന്ത്രിയെ ആണ് ഇതിന് മുഴുവൻ പിന്നിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളെന്നും ഹീസ് ഇൻസ്റ്റിഗേറ്റിംഗ് വയലൻസ് അഗെയിൻസ്റ്റ് മീ എന്നാണ് പറഞ്ഞത്. എനിക്കെതിരായിട്ടുള്ള ഈ വയലൻസ് മുഴുവൻ ഇൻസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് മുഖ്യമന്ത്രിക്കും ഗവർണർക്കും കൂടി ഒരുമിച്ച് വരാൻ കഴിയുക? പക്ഷേ അപ്പോഴും കഴിഞ്ഞ ദിവസം അരുൺ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഈ
ഇവർക്കിടയിലൊരു അതിർത്തി തർക്കമൊന്നുമില്ലല്ലോ എന്ന് പറയുന്ന കണക്ക് ഇതൊരു രണ്ടുപേരും രണ്ട് ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്നവരാണ്. മുഖാമുഖം കാണുകയും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നതിനകത്തൊന്നും ഒരു പ്രശ്നവും ഉണ്ടാവേണ്ടതില്ല. സിവിലിറ്റി ഉണ്ടല്ലോ. അതെ, അതൊരു സിവിലിറ്റി ഉണ്ട്. രണ്ട് പൗരന്മാർക്കിടയിൽ ഉണ്ടാവേണ്ട സ്വാഭാവികമായിട്ടുള്ള സാഹോദര്യഭാവം. ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് സന്ദേശമാണ് റിപ്പബ്ലിക് ഡേയിൽ കൊടുക്കാൻ പോകുന്നത്? ഭരണഘടനയുടെ ആശയം എന്ന് പറയുന്നത് തന്നെ സാഹോദര്യം പുലർത്തുക എന്നുള്ളതാണ്. പക്ഷേ സംസ്ഥാനത്തിൻ്റെ രണ്ട് ഹെഡുകൾക്ക് ചുമതലകൾ വഹിക്കുന്ന രണ്ട് ഭരണാധിപന്മാർക്ക് ആ സാഹോദര്യം പുലർത്താൻ കഴിയുന്നില്ല. അങ്ങനൊരു ചിത്രമാണ് നമുക്ക് സമ്മാനിക്കുന്നതെങ്കിൽ ആ മെസ്സേജ് തന്നെ അപ്രസക്തമായി പോകും. ആ ഒരു കാര്യത്തിൽ മിഠായി തെരുവിൽ പോയി 40 മിനിറ്റ് ചെലവഴിച്ച് ഹൽവ വാങ്ങാൻ സമയമുണ്ടാവുകയും നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗത്തിന് അല്ല, അത് സമയത്തിന്റെ പ്രശ്നമല്ല, അത് നിലപാടിന്റെ പ്രശ്നമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അല്ല നോക്കൂ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ. എന്തുകൊണ്ടാണ് മിഠായി തെരുവിൽ പോയി 40 മിനിറ്റ് എടുത്ത് ഹൽവ വാങ്ങാൻ സമയം ഉണ്ടാവുന്നത് ഗവർണർക്ക്? അല്ല, ജനങ്ങളുടെ പിന്തുണ തനിക്കുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നു. മറുഭാഗത്ത് ജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ജനപ്രതിനിധികളുടെ സഭയിൽ വന്ന 1.25 മിനിറ്റ് കൊണ്ട് താൻ പൂർണ്ണമായും പ്രഖ്യാപന പ്രസംഗം പേരിന് മാത്രം അവതരിപ്പിച്ച് കടന്നു പോകുന്ന അവസ്ഥയുണ്ടാവുന്നു. ഇതൊക്കെ കാണുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വരാത്തത് കൊണ്ടും അദ്ദേഹത്തിന് മറ്റ് രാഷ്ട്രീയമായ തിരിച്ചടി ഉണ്ടാവുന്നില്ല. പക്ഷേ അദ്ദേഹം വളരെ കൃത്യമായി, എനിക്ക് തോന്നുന്നു, ഈ ഗവർണർ എത്രമാത്രം സംസ്ഥാന സർക്കാരിനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ അത്രയുമാണ് ഗവർണറുടെ പെർഫോമൻസിൻ്റെ അളവായിട്ട് ഒരു പക്ഷേ കേന്ദ്രം വിലയിരുത്താൻ പോകുന്നത്. നോക്കൂ, ഇന്നലെ BNTV പറയുന്നത് എന്താണ്? ഗാന്ധിജി അപമാനിക്കുകയാണ്. RNTV പറയുന്നത് എന്താണ്? ഗാന്ധിജി അപമാനിക്കുകയാണ്. അതിനുശേഷം ഇന്ന് രാമക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണ്. പക്ഷെ അതിന് സ്റ്റാലിൻ മറുപടി കൊടുത്തു കേട്ടോ. സ്റ്റാലിൻ മറുപടി കൊടുത്തത് തിരുവള്ളൂരിൻ്റെ ആണെന്ന് തോന്നുന്നു. ഫ്ലോട്ട് വെച്ചുകൊണ്ടാണ് മറുപടി കൊടുത്തത്. പക്ഷെ അവർ തമ്മിൽ വളരെ സൗഹൃദ സംഭാഷണമാണ്. സ്റ്റാലിനും റിപ്പബ്ലിക് ദിന വേദിയിൽ ആ ഒരു വാംതുണ്ട്. ആ വാംത്ത് രണ്ടുപേരും ഇവിടെ മിസ്സിംഗ് ആണ്. അവിടെ മിസ്സിംഗ് ആണ്. അവിടെ മാത്രമല്ല RNTV വളരെ സൗഹൃദത്തിലാണ് സ്റ്റാലിനുമായിട്ട് പെരുമാറുന്നത്. ഷോ ഈസ് എ മെസ്സേജ് ആക്ച്വലി. അതാണ് ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ വാംത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ പോര് മുറുകുന്നോ എന്ന ചോദ്യത്തിന് യെസ് എന്ന് 4, നോ എന്ന് 0. മീറ്റ് ദി എഡിറ്റേഴ്സ് എന്നിവിടെ പൂർണ്ണമാവുന്നു. വീണ്ടും നാളെ രാത്രിയിൽ കണ്ടുമുട്ടാം. ശുഭരാത്രി. ഗുഡ് നൈറ്റ്. Meet the editors.